നമസ്തേ ഭഗവാൻ. നവഗ്രഹ ദോഷ പരിഹാരങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബുധൻ എന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. ബുധൻ എന്ന ഗ്രഹം മൗഢ്യമായി നിന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും വന്നു ചേരും. പല പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്ക് അകാരണമായിട്ടുള്ളൊരു ഭയം ഉണ്ടാവുക. അത് നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നും, പക്ഷേ ഉള്ളിലൊരു ഭയം എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവുക. അതുമാത്രമല്ല, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുക, നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവുക, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ആസ്മ പോലെയുള്ള രോഗങ്ങൾ. അതുമാത്രമല്ല, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. മാത്രമല്ല, മാനസിക വൈകല്യങ്ങളുണ്ടാവുക. മനസ്സിനെപ്പോഴും അകാരണമായിട്ടുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അകാരണമായിട്ടുള്ളൊരു ഭയം വന്ന് ചെലുത്തുക. ആ കാരണം കൊണ്ട് നമുക്ക് മാനസിക സമ്മർദ്ദം മൂലം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് ഈ ബുധൻ്റെ മൗഢ്യ സമയത്താണ്. ഞാൻ ഈ പറഞ്ഞ ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഈ ഒരു ബുധൻ്റെ മൗഢ്യം വരുന്ന സമയത്തിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ ചാൻസ് കൂടുതലാണ്. ഇതൊന്നും മാത്രമല്ല, ദാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുക. അതെ, ദാമ്പത്തിക ഐക്യമില്ലായ്മ, സന്താന സൗഭാഗ്യമില്ലാതെ വരിക, ജീവിതകാലം മുഴുവനും രോഗങ്ങൾ വന്ന് ചേരുക. നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഒരു മേഖലയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെയുള്ള നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു സഹകരണമില്ലായ്മ, ഇതൊക്കെ ബുധൻ്റെ മൗഢ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായി വന്നു ചേരും, നിങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ ഇത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സമയത്ത് ബുധൻ്റെ മൗഢ്യം വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം നമുക്ക് എങ്ങനെ വളരെ നിഷ്പ്രയാസം നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും? അതിൻ്റെ കാഠിന്യത്തെ നമുക്ക് എങ്ങനെയാണ് കുറച്ചു കൊണ്ടുപോകാൻ സാധിക്കുക? അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്കിനി ബുധൻ എന്ന് പറയുന്ന ഗ്രഹം, അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് സാമാന്യമായി നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ജ്യോതിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ ഭാര്യയായിട്ടുള്ള താരാദേവിയിൽ ചന്ദ്രന് ജന്മം കൊണ്ട, ചന്ദ്രന് ജനിച്ച പുത്രനാണ് ബുധൻ. അതെ, അതുമാത്രമല്ല, ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യനുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. വർഷത്തിൽ പലതവണ ബുധന് മൗഢ്യം വരാറുണ്ട്. അതുമാത്രമല്ല, ബുധനെ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് വിളിക്കപ്പെടാറുണ്ട്. അതെ, 17 വർഷമാണ് ബുധൻ്റെ ദശാകാലം വരുന്നത്. ബുധൻ്റെ ഭാര്യയാണെങ്കിലോ അതീവ സുന്ദരിയായിട്ടുള്ള ഇളയാണ്. ഇവർക്ക് ജനിച്ച ഒരു പുത്രനാണ് പുരുരവസ്. അതുമാത്രമല്ല, മാതുല കാരകത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ മാതുല കാരകനാണ് ബുധൻ. വേദാന്ത വിജ്ഞാന പരിജ്ഞാനം ഉണ്ടാവുക, വേദങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവുക, നല്ല ബുദ്ധിശക്തി ഉണ്ടാവുക, നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും വളരെ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക, വിദേശ യാത്രകൾ ഉണ്ടാവുക, അതായത് വിദേശ യാത്രയിൽ താല്പര്യം ഉണ്ടാവുക, വേദാന്ത വിജ്ഞാനം ഉണ്ടാവുക, ഇവയുടെയൊക്കെ കാരകത്വം വഹിക്കുന്നത് ബുധനാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുധൻ ഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് കാര്യം തുടങ്ങി വെച്ചാലും അത് പൂർത്തീകരിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബുധൻ. അതെ, ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനുമായിട്ട് എപ്പോഴും ശത്രുത നിലനിർത്തുന്നുണ്ട്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ഭരിക്കുന്നത് മഹാവിഷ്ണുവാണ്. അതെ, ഭഗവാൻ മഹാവിഷ്ണുവാണ്. ജാതകവശാൽ ബുധന് മൗഢ്യമൊന്നുമില്ലാതെ ബലവാനായിരുന്നു കഴിഞ്ഞാൽ ഏത് മേഖലയിലായിരുന്നാലും അവർ നല്ല പുരോഗതി ഉണ്ടാവും അവർക്ക്. ഉദാഹരണത്തിന് വേദങ്ങളിൽ തന്നെ, വേദങ്ങളെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അതിൽ അഗ്രഗണ്യനായി മാറും. ശാസ്ത്രജ്ഞന്മാർ, കലാരംഗത്തുള്ള
ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ വളരെയധികം ശോഭിച്ചു നിൽക്കും, ബുധൻ ബലവാനായിരുന്നാൽ. നമുക്കിനി ബുധദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ബുധൻ്റെ മൗഢ്യം വരുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ബുധഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളെ ഞാൻ പറയാം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുധൻ്റെ അതിദേവതയെ വരുന്നത് വിഷ്ണു ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെയോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനെയോ പതിവായി ആരാധിക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. അഷ്ടാക്ഷരി 1008 വീതം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ബുധനാഴ്ച ദിവസം പച്ച വസ്ത്രം, പച്ച പയർ ഇവ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബുധദോഷ നിവാരണത്തിന് ബുധഭഗവാനെ ആവാഹിച്ച് പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ബുധനെ പൂജിക്കുന്നതും വളരെയധികം നല്ലതാണ്. 11 ഏകാദശികൾക്കും 11 ബുധനാഴ്ചകളിലും വ്രതമനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ്. നമ്മൾ ധരിക്കുന്ന സമയത്ത് പച്ച നിറം പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പച്ച നിറത്തിലുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക. ചെമ്പ് നാണയം വെളുത്ത ചരടിൽ കോർത്ത് ധരിക്കുന്നത് ഇത് മറ്റൊരു പരിഹാര മാർഗമാണ്. ദിവസവും കുങ്കുമക്കുറി തൊടുന്നതും വളരെയധികം നല്ലതാണ്. ബുധനാഴ്ച നിങ്ങളുടെ ചെറുവിരലിൽ ഇരുമ്പ് മോതിരം ധരിക്കുന്നതും നല്ലതാണ്. ബുധനാഴ്ചകളിൽ വലത് കൈയിൽ മഞ്ഞ ചരട് കെട്ടുന്നതും നല്ലതാണ്. 4 മുഖങ്ങളുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. വെള്ളി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നത് ജീവിതത്തിൽ അത് ശീലമാക്കുക. അത് വളരെയധികം ഗുണം ചെയ്യും. വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മഹാവിഷ്ണുവിനെ 4000 പ്രാവശ്യം നാമമന്ത്രാർച്ചനയോടുകൂടി പൂജിച്ചു കഴിഞ്ഞാൽ ബുധഗ്രഹദോഷ നിവാരണം ഉണ്ടാവുന്നതാണ്. മാത്രമല്ല, ശിവപാർവതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം നമ്മുടെ യഥാശക്തിയുള്ള വഴിപാടുകൾ പൂജകളും ചെയ്താൽ ബുധദോഷ ശമനം ഉണ്ടാകുന്നതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധദേവന് ക്ഷീരധാര നടത്തി വെളുത്ത മന്ദാരപ്പൂക്കൾ കൊണ്ട് പൂജ നടത്തി പ്രാർത്ഥിച്ചാലും ഈ ദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഫലം കാണുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ പച്ചപ്പയർ ഒരു ചെറിയ കിഴിയാക്കി തലയിണയുടെ അടിയിൽ ചുവട്ടിൽ വച്ച് കിടന്നുറങ്ങുക. രാവിലെ ആ പയറെടുത്ത് ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക. ഇങ്ങനെ 9 ദിവസം തുടർച്ചയായി ചെയ്യുക. 10ാം ദിവസം ആ പയറും പച്ചരിയും ശർക്കരയും ചേർത്ത് പായസം ഉണ്ടാക്കി തലയ്ക്ക് ഒഴിഞ്ഞ് കാക്കകൾക്ക് കൊടുക്കുക. അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് യഥാവിധി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാലും ബുധഗ്രഹദോഷ നിവാരണം ഉണ്ടാവുന്നതാണ്. മറ്റൊരു പരിഹാരം പറയാം. നല്ല പാണ്ഡിത്യമുള്ള ബ്രാഹ്മണനെ സമീപിച്ച് സൗമ്യ കവചം തയ്യാറാക്കി ബുധമൂലമന്ത്രം ഉരുവിട്ട് നിത്യവും പൂജിക്കുകയാണെങ്കിലും ബോധവാനായിട്ടുള്ള ബുധൻ നല്ല ബുദ്ധിയും വിദ്യയും പ്രദാനം ചെയ്യുന്നതാണ്. ഇതെല്ലാം ബുധഗ്രഹദോഷ നിവാരണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പരിഹാര മാർഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം നമ്മളിൽ ചെലുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ബുധഗ്രഹം മൗഢ്യമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നമുക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.